കോഴിക്കോട് കൊയിലാണ്ടിയിലെ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു മരിച്ച 3 പേരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച ദേവസ്വം വകുപ്പ്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകി. സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് വനം വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതികരിക്കാമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അപകടത്തിൽ മരിച്ചവരുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഗുരുവായൂർ മലബാർ ദേവസ്വം ബോർഡുകൾ മുൻകൈയെടുത്തു നൽകിയ ധനസഹായമായ 5 ലക്ഷം രൂപ കൈമാറിയത്. പരുക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ സർക്കാർ ഉറപ്പാക്കി. കുടുംബാംഗങ്ങളുടെ നഷ്ടത്തിൽ പങ്കുചേരുന്നതായി അപകടം നടന്ന ക്ഷേത്രം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ഇവിടെ ഉണ്ടായ സംഭവം വളരെ ദാരുണമാണ്. നമ്മളെല്ലാം വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ആണ്. വളരെ ദുഃഖകരമാണ് 3 പേരുടെ വേർപാടെന്ന് പറയുന്നത്. ആ സംഭവത്തിൽ പൊതുവിൽ നമ്മളെല്ലാം ദുഃഖിക്കുന്നു. മരണപ്പെട്ട വീടുകളിൽ എല്ലാം 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ഒപ്പം മലബാർ ദേവസ്വത്തിൻ്റെയും പൊതുവിലുള്ള യോജിച്ച ഒരു തീരുമാനം. സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് വനംവകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം പറയാമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇനിയുള്ള എഴുന്നള്ളിപ്പുകളിൽ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്കണം. സംഭവത്തിൽ വനംവകുപ്പിന്റെയും പോലീസിന്റെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. മതപ്പാട് ഉണ്ടോ എന്നറിയാൻ ക്ഷേത്രത്തിലിടഞ്ഞ പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളുടെ രക്തം പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല, CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.